പിന്നെ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഖലീഫ ഉമറുൽ ഫാറൂഖിനെ അറിയുമെന്നാണ്. എനിക്കറിയാം, ഉമറുൽ ഫാറൂഖിനെ അറിയാം. അദ്ദേഹം ഒരു അല്പം പരുക്കനാണല്ലേ. ഇത് പറയേണ്ട താമസം ഉമർ ഫാറൂഖ് റളിയല്ലാഹു കരയാൻ തുടങ്ങിയെന്നാ, കണ്ണിങ്ങനെ ഒലിക്കാൻ തുടങ്ങി. എന്താ നിങ്ങൾ കരയുന്നത് ചോദിക്കുമ്പോഴേക്ക് ഉള്ളിൽ നിന്ന് ഒരു വിളിയാണ്. പ്രസവം എടുത്തുകൊണ്ട് ഖലീഫയുടെ ഭാര്യ വിളിക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീനെ എന്ന് വിളിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ അറിയുന്നത്, ഞാൻ നിൽക്കുന്നത്, ഞാൻ സംസാരിച്ചത് ഈ ഒരു ഖലീഫയുടെ മുന്നിലാണല്ലോ എന്ന്. ആരെങ്കിലും നേര് ചൂണ്ടിക്കാണിച്ചാൽ ചെറിയ കുട്ടിയുടെ മുന്നിൽ പോലും തലകുനിച്ച് പൊട്ടിക്കരയുന്ന മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മഹാനായ. സഹോദരങ്ങളെ, ഈ റീൽസിലൊക്കെ കുറേ തമാശകളൊക്കെ വരും. ചിലതൊക്കെ ചില കാര്യമുണ്ടെന്നൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും. അതിൽ അങ്ങനെ കുട്ടികളൊക്കെ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. 1 കിലോ പഞ്ഞിയാണോ അതല്ല 1 കിലോ കല്ലാണോ വെയിറ്റ് കൂടുതലുണ്ടാകുക? ഇത് തമാശയായിട്ടുള്ളൊരു ചോദ്യമാണോ? 1 കിലോ പഞ്ഞിക്കാണോ 1 കിലോ കല്ലിനാണോ കനം കൂടുതലുണ്ടാകുക? ചില ആളുകൾ പറയും അത് പഞ്ഞിയാണ്, അല്ല കല്ലാണ് എന്നൊക്കെ പറയും. അതിൻ്റെ വെയിറ്റാണ് ഞാൻ ചോദിച്ചത്. കൂടുതൽ സാധനം ഏതെന്നുള്ളതല്ല. കാഴ്ചയിൽ വെയിറ്റ് 1 കിലോ അല്ല, രണ്ടും. പഞ്ഞി 1 കിലോനാണ്, കല്ലും 1 കിലോനാണ്. അപ്പോൾ രണ്ടിനും ഒരേ വെയിറ്റ് ഉണ്ടാവുക. എന്നാൽ ഒരു ചാക്ക് നിറയെ പഞ്ഞും മറ്റൊരു ചാക്കിൽ അതേ വലുപ്പമുള്ള ചാക്കിൽ ആ ചാക്ക് നിറയെ കല്ലും, ഇപ്പോൾ ഏതിനാ വെയിറ്റ് ഉണ്ടാവുക? ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അല്ലേ? അത്രയും വെയിറ്റുള്ള ആ കല്ല് ഉള്ള സഞ്ചിയിൽ അത്രയും വെയിറ്റ് എത്തണമെങ്കിൽ പഞ്ഞി എത്ര ചാക്കിൽ നിറക്കണം? അപ്പം എല്ലാ സാധനത്തിനും വെയിറ്റ് ഒരുപോലെയല്ല എന്നർത്ഥം. എല്ലാ സാധനങ്ങൾക്കും ഒരുപോലെയല്ല വെയിറ്റ്. ചിലത് വെയിറ്റ് കൂടുതൽ ഉണ്ടാവും, ചിലതിൽ വെയിറ്റ് വളരെ കുറവായിരിക്കും. നമ്മൾ ഇപ്പോൾ നിസ്കരിക്കാനല്ലേ പള്ളിയിൽ വന്നത്? അള്ളാഹ് വിളിച്ചിട്ട് വന്നതല്ലേ? നമ്മൾ നിസ്കരിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, സക്കാത്ത് കൊടുക്കാറുണ്ട്, മറ്റ് ഹദിയകൾ മറ്റൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, മാതാപിതാക്കളെ പരിചരിക്കുന്നുണ്ട്, ആതുര സേവന രംഗത്തൊക്കെ ഇടപെടുന്നവരുണ്ട്. എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ കനമുള്ള അമല് ഏതാണ്? എല്ലാ അമലും ഒരേ കനാണോ? അല്ല, ഒരിക്കലും അല്ല. കാഴ്ചയിലൊരു പക്ഷേ വലിയ അമലായിരിക്കും, ദീർഘമായ. ഇപ്പോൾ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള അമലാണ്. നോമ്പിൻ്റെതായ പ്രതിഫലമുണ്ട്, ചില്ലറ അമലല്ല നോമ്പ്, ഓരോന്നിനുമുണ്ട്. അത് ഏറ്റവും ഭാരമുള്ളത്, പലതിനും ഭാരമുണ്ടായിരിക്കെ ഏറ്റവും ഭാരമുള്ള കാര്യം എന്താണ്? അല്ലേ, നമ്മളിത് നിരന്തരമായി ചെയ്യുന്ന ആളുകളല്ലേ, നമുക്ക് അറിയണ്ടേ ഏറ്റവും ഭാരമുള്ളത് എന്താണ്? ഇപ്പോൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, കലിമത്താനി, 2 വേർഡ്സ്, 2 കലിമത്ത്, 2 വാക്കുകൾ, പിന്നെ ഹബീബത്താനി ഇലർ റഹ്മാൻ, പടച്ചവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വാക്ക്. അതിന് പറയുന്നത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. സഖീലത്താനി, പിന്നെ ഹഫീഫത്താനി അലൽ ലിസാൻ, എന്നാൽ നാവിന് അത് പറയാൻ ഒരു പ്രയാസമില്ല. പിന്നെ സഖീലത്താനി ഫിൽ മീസാൻ, എന്നാൽ മീസാനിൽ അതിന് ഭയങ്കര കനവുമാണ്. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചൊല്ലാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അതിൻ്റെ കനം വളരെ കൂടുതലാണ്. ഏതാ വാക്ക്? 2 വാക്ക്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നതാണ്. ഇതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. പിന്നെ 3ാമതൊരു വാക്ക് കൂടിച്ചേർത്തത് ആര് ചേർത്തെന്ന് ചോദിച്ചാൽ അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. കലിമത്താനി എന്ന് തന്നെ റസൂൽ പറഞ്ഞു. അങ്ങനെയാ തുടങ്ങിയത്, 2 വാക്കുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നതാണ്. എന്നാൽ അതാണോ ഏറ്റവും ഭാരമുള്ളത്? അതുമല്ല. അപ്പോൾ പിന്നെ ഏറ്റവും ഭാരമുള്ള കാര്യം എന്താണ്? നമ്മുടെ തുലാസിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര വെയിറ്റ് കൂടുതലാണ്. കേട്ടോളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മഹാനായ അബിദ്ദർദാ തങ്ങൾ, റസൂലിൻ്റെ സഹാബിയാണ് അബിദ്ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാ മിൻ ഷൈഇൻ, ഒരു വസ്തുവുമില്ലട്ടോ, ഒന്നുമില്ല, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫി മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമ,
ഖിയാമത്ത് നാളിൽ ഒരു സത്യവിശ്വാസിയുടെ തുലാസിൽ ഏറ്റവും ഭാരമുള്ള ഒന്നും തന്നെ ഇല്ല മിൻ ഹുസ്നുൽ ഖുൽഖി, സൽ സ്വഭാവത്തേക്കാൾ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഏറ്റവും ഭാരമുള്ള നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? സൽ സ്വഭാവമാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസിയും വലിയ സ്വഭാവത്തിൻ്റെ, സൽ സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കണം എന്ന് ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിപൂർണമായി ഈമാനുള്ളവർ അഹ്സനുഹും ഖുലുഖ, അവരിൽ ഏറ്റവും വലിയ താടിയുള്ളവനാണോ, ഏറ്റവും വലിയ തലപ്പാവ് ധരിച്ചവനാണോ, ഏറ്റവും നീളമുള്ള ജുബ്ബ ഇട്ടവനാണോ, ഏറ്റവും കനമുള്ള നിസ്കാരത്താഴ്മ്പുള്ളവനാണോ? ഈ പറഞ്ഞതൊന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, മോശമല്ല. അതിനൊക്കെ അതിൻ്റെതായ പുണ്യങ്ങളും മഹത്വങ്ങളും ഒക്കെ ഉണ്ട്. നീളമുള്ള വസ്ത്രം ധരിക്കലും പിന്നെ താടി വളർത്തലും ഒക്കെ ഇസ്ലാമിൻ്റെ ഷിആറുകളിൽ പെട്ടതാണ്. താടി വളർത്തിയതുകൊണ്ട് ഒരാൾ എന്താവുന്നില്ല, വലിയ താടി വെച്ചതുകൊണ്ട് താടിയുടെ നീളം അനുസരിച്ച് ഒരാൾ മുഅ്മിനൊന്നും ആകാൻ പോണില്ല. ഒരാളുകൾ അങ്ങനെ ഉണ്ട്, ഭയങ്കര താടിയൊക്കെ ആയിരിക്കും, പക്ഷെ കള്ളന്മാരെ എത്രയോ ആളുകളുണ്ട്. താടിയല്ല അതിൻ്റെ മാനദണ്ഡം, അത് വേറെ വിഷയം. അപ്പം ഇതൊക്കെ അതിൻ്റെ ഷിആറുകളാണ്. എന്നാൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈമാനുള്ളവർ, ഈമാനിൽ പൂർണ്ണത കൈവരിച്ചവർ ഇതൊന്നും ഉള്ളവരല്ല. കൂടുതൽ സമയം നിസ്കരിക്കുന്നവരാണോ? അല്ല. അഹ്സനുഹും ഖുലുഖ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ. അപ്പോൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, നുണ പറയാൻ പാടില്ല. നുണ പറയുന്നവർ നല്ല സ്വഭാവക്കാരല്ല. ഒരിക്കൽ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി ചോദിച്ചു, നബിയെ, അയകൂനുൽ മുഅ്മിനു ജുബ്ബാനൻ, ഒരു സത്യവിശ്വാസിക്ക് ഭീരു ആകാൻ പറ്റുമോ? പേടിത്തൊണ്ടൻ, ഒട്ടും ധൈര്യമില്ലാത്തവനാകാൻ പറ്റുമോ? ഈമാനൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്ക് ഒട്ടും ധൈര്യമില്ല, ഒരു ഭീരുവാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നഅം, അങ്ങനെ ആകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ലതല്ല, ഭീരുത്വം നല്ലതൊന്നുമല്ല. കുറച്ചൊക്കെ തൻ്റെ ഇടവും കുറച്ചൊക്കെ ജിഗറും കുറച്ചൊക്കെ എന്താ പറയുക, ധീരതൊക്കെ വേണം. ഈ ഭീരുത്വത്തിൽ നിന്ന് റസൂൽ കാവൽ തേടിയിട്ടുണ്ട്. മിനൽ ജുബ്നി വൽ ബുഖ്ലി എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ചൊക്കെ ധൈര്യം വേണം, കുറച്ച് നെട്ടലും ചങ്കുറപ്പൊക്കെ വേണം. പക്ഷെ ഒരാൾക്ക് അതൊന്നും ഇല്ലെങ്കിലും അയാൾക്ക് ആരാകാം? മുഅ്മിൻ എന്ന ലിസ്റ്റിൽ വരാം. ആ സഹാബി പിന്നെയും ചോദിച്ചു, അയകൂനുൽ മുഅ്മിനു ബഖീലൻ, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു സത്യവിശ്വാസി പിശുക്കനാകുമോ? അപ്പോഴും റസൂല് പറഞ്ഞു, നഅം, അതേ, പിശുക്കനായിട്ടും സത്യവിശ്വാസിയാകാം. പിശുക്ക് നല്ല സ്വഭാവമൊന്നുമല്ല. നേരത്തെ പറഞ്ഞ പിശുക്കിൽ നിന്നും റസൂല് കാവൽ തേടിയിട്ടുണ്ട്. ചില പിശുക്കന്മാർ അറ്റ കൈക്ക് ഉപ്പ് തേക്കൂല, അജാതി പിശുക്കൊക്കെ ഉള്ള ആളുകളുണ്ട്. വളരെ മോശം. അങ്ങനൊന്നും ആകാൻ പാടില്ല മനുഷ്യന്മാർ. പിശുക്ക് നല്ല സ്വഭാവമൊന്നുമല്ല, പക്ഷെ ഒരാളിൽ പിശുക്കുണ്ട് എങ്കിലും അയാൾക്ക് ആരാകാം? മുഅ്മിൻ എന്ന ലിസ്റ്റിൽ വരാം. മൂന്നാമത് സ്വഹാബി ചോദിച്ചു, അയകൂനുൽ മുഅ്മിനു കദ്ദാബൻ, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു സത്യവിശ്വാസി നുണയനാകുമോ? എപ്പോഴെങ്കിലും ഒരു നുണ പറഞ്ഞു പോയതല്ല. നുണയൻ അടുത്ത പച്ചക്കള്ളം പറയും, അയാളെ വിശ്വസിക്കാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ലാ, അതൊരിക്കലുമില്ല. നുണയനായിക്കൊണ്ട് ഒരാൾക്ക് മുഅ്മിനാവുക സാധ്യമല്ല. അപ്പൊ സൽസ്വഭാവമുള്ള ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? നുണ പറയാൻ പാടില്ല. അപ്പം നുണയുടെ വിശദാംശങ്ങളല്ല ഞാൻ പറയുന്നത്, അതൊക്കെ വേറെ വേറെ ഓരോന്നും എടുത്താൽ നമുക്ക് എവിടെ എത്തൂലല്ലോ. പിന്നെ അതുപോലെ ഒരു സത്യവിശ്വാസി ചൂടനാകാൻ പാടില്ല. ചൂടൻ, ഭയങ്കര ദേഷ്യം, ഒന്ന് പറയുമ്പോഴേക്ക് രണ്ടാമത്തേന് മൂപ്പര് പൊട്ടിത്തെറിക്കും. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ, ഭയങ്കര ദേഷ്യം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒരു സഹാബി വന്നു. ഇടയ്ക്കൊക്കെ അങ്ങനെ പലരും വന്നിട്ട് പലതും ചോദിച്ചു, നബിയെ, ഔസീനി യാ റസൂലല്ലാഹ്, നബിയെ, എനിക്ക് എന്തെങ്കിലും ഒരു ഉപദേശം, ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നോടൊന്ന് പറഞ്ഞു തരുമോ? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ തഗ്ലബ്, നീ ചൂടാകരുത് കേട്ടോ. ഈ ചൂടാകുക എന്നുള്ള ഇവിടെ അങ്ങനെ പ്രയോഗിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. നീ ചൂടാകരുത് കേട്ടോ. ഓക്കെ. രണ്ടാമതും അദ്ദേഹം ചോദിച്ചു ഒന്നുകൂടെ, അപ്പോഴും പറഞ്ഞു, ലാ തഗ്ലബ്, ചൂടാകരുത്. മൂന്നാമതും അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പൊ ഈ ചൂടാകുക എന്നുള്ളത് എന്താ പറയാ, ചില ആളുകൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും.
അതും ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്നിട്ട് കയ്യിൽ കിട്ടിയതൊക്കെ വലിച്ചെറി. ഒരാഴ്ച ആയിട്ടുള്ള മൊബൈൽ വാങ്ങിച്ചിട്ട് പൊട്ടിച്ചു. ഭയങ്കര ദേഷ്യം ചില ആളുകൾ. അതൊരു നല്ല സ്വഭാവമല്ല എന്ന് ഈ ചുരുങ്ങിയ സമയത്ത് സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ കളവ് പറയുക, അതുപോലെ ചൂടാവുക. ദേഷ്യം എന്നുള്ളത് ഒരു മോശം കാര്യമൊന്നുമല്ല. അതൊരു മനുഷ്യന് ഉണ്ടാവേണ്ട ഒരു നല്ല വികാരം തന്നെയാണ് ദേഷ്യം. ചിലപ്പോൾ നമ്മൾ ദേഷ്യപ്പെടേണ്ടി വരും. ഗളബ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിക്കുമ്പോൾ അലാ സൗതു, നബിയുടെ ശബ്ദം ഇങ്ങനെ ഉയർന്നിട്ടുണ്ട്. വസ്തദ്ദ ഗളബു, ദേഷ്യം ഇങ്ങനെ ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട് റസൂലിന്. ആ ദേഷ്യം വേണ്ട ദേഷ്യമാണ്, അല്ലാണ്ടിങ്ങനെ ചിരിച്ച് തമാശ പറയേണ്ടതല്ല ഖുതുബ. വളരെ ഒച്ചത്തിൽ വളരെ ഗാംഭീര്യത്തിലും ദേഷ്യപ്പെട്ടുകൊണ്ട് റസൂല് ഖുതുബ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഹദീസുകളിലുണ്ട്. ആ ദേഷ്യമല്ല ഈ പറഞ്ഞത്. ചിലപ്പോൾ കുട്ടികളോ കെട്ടികളോ ഒക്കെ എന്തെങ്കിലും അന്യായം കാണിക്കുന്നത് കണ്ടപ്പോൾ അത് സാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴങ്ങിക്കൊടുക്കുകയല്ല. ശരീഅത്തിനെതിരായി കാണുമ്പോൾ അവിടെ ദേഷ്യപ്പെടണം. അതേ സ്ഥാനത്ത് ആവശ്യമില്ലാതെ എന്തിനും കണ്ടതിനും കിട്ടിയതിനൊക്കെ പൊട്ടിത്തെറിക്കുന്ന ആളുകളില്ലേ, അൽ ഗളബു മിനശ് ശൈത്വാൻ, അത്തരം ദേഷ്യങ്ങൾ പൈശാചികമാണെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഓർക്കുന്നു, ചെറുപ്പക്കാരൻ എന്നോട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഉസ്താദ് എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഞാൻ എന്താ ചെയ്യുക, എത്ര ശ്രമിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പരിഹാരമുണ്ട്, അത്തരത്തിൽ ആർക്കും വേണമെങ്കിൽ സമീപിച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വഭാവം കൂടുതൽ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ഇത് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകണം. അത് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയോ? വീട്ടിൽ നിന്ന് ആരംഭിക്കണം. ഞാൻ ചോദിക്കട്ടെ ഓരോ സഹോദരിമാരോടും, നിങ്ങൾ ഒരു നല്ല ഭാര്യയാണോ? നിങ്ങളെ ഭർത്താവ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിയാണോ? എങ്കിൽ നിങ്ങൾ വിജയിച്ചു. നേരെ മറിച്ചും നിങ്ങളൊരു നല്ല ഭർത്താവാണോ? ഭാര്യമാരും നാട്ടിലും നാട്ടുകാരോടും കൂട്ടുകാരോടൊക്കെ വളരെ മാന്യമായിട്ട് പെരുമാറും. വീട്ടിലെത്തിയ കെട്ടിയവളോട് മോശമായി പെരുമാറുന്നുവെങ്കിൽ അവിടെ പോയി പരാജയപ്പെട്ടു. ഖിയാറുക്കും ലി അഹ്ലി, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യന്മാര് കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഭാര്യനെ കാണുമ്പോൾ അവളോട്, ഭാര്യ നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ട ഭർത്താവാണ്, നിങ്ങൾ രക്ഷപ്പെട്ട ഭാര്യയാണ്. നേരെ മറിച്ചാണെങ്കിലും ഭാര്യ നന്നായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണകൾക്കിടയിൽ നല്ല ബന്ധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നുണ പറയാന്നൊക്കെ പറഞ്ഞല്ലോ, ഇതിനിടയ്ക്ക് സന്ദർഭമായതുകൊണ്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഒരിക്കലും നമ്മൾ നുണ പറഞ്ഞ് മറ്റുള്ളവരെ ഇടിച്ച് താഴ്ത്തുക, അധിക്ഷേപിക്കുക ഒന്നും ചെയ്യരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായ ഒരു സംഭവമാണല്ലോ, ഒരു ചങ്ങായി നിരന്തരമായി നുണ പറയല അവൻ്റെ പണി. അങ്ങനെ ലണ്ടനിൽ പോയി അവൻ കുടുങ്ങി. നമ്മളൊക്കെ കണ്ടതാണ്, എല്ലാവരും അത് കണ്ടതാണ്. പെട്ടു. ഒരു കാച്ചാണ് എന്ത്, സ്വന്തം മകളെ വിവാഹം ചെയ്യാമെന്ന് ഖുർആനിലുണ്ട് പോൽ. അപ്പൊ അവര് വിടോ? ലണ്ടനിലെ നല്ല മുസ്ലിങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞു. എവിടെ? ഖുർആനിൽ ഏത് സൂറത്തിൽ, ഏത് ആയത്തില്, എത്രാമത്തെ ആയത്തിൽ എടുക്കുങ്ങള്? അപ്പൊ മൂപ്പര് തെരയണം. പിന്നെങ്ങനെ കുറെ മിനിറ്റുകൾ തെരഞ്ഞുകൊണ്ടേയിരിക്കും, കാണില്ല. അവസാനം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, നെറ്റ് ഇല്ല മൊബൈലില്. അതിനെന്താ പ്രശ്നം? എൻ്റെ മൊബൈൽ എടുത്തോ. എല്ലാവരും മൊബൈൽ നീട്ടാൻ തുടങ്ങി. നെറ്റൊക്കെ ഇതിലുണ്ട്, വൈഫൈ വേണം, അതുകൊണ്ട് എടുത്തോളൂ. അങ്ങനെ ഒരു വിധത്തിലാണ് ആ ചങ്ങായി അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ആ പേര് ഞാൻ പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ പേര് പറഞ്ഞിട്ട് ഇവിടെ ഒരു മലിനം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്ന ശേഷം അയാളുടെ ടീമിൽപ്പെട്ട മറ്റൊരാൾ പറയാ, സംഗതി അവൻ പറഞ്ഞാലൊരു അബദ്ധമൊക്കെ ഉണ്ട്. എന്താ? ഖുർആനിലുണ്ടെന്ന് പറഞ്ഞത് ശരിയല്ല, ഖുർആനിലല്ല ഹദീസിലാണ്. അങ്ങനെയായി വ്യാഖ്യാനം. ഒരു അബദ്ധമൊക്കെ ആർക്കും പറ്റുമല്ലോ. ആ ചങ്ങായി ഇപ്പോഴും പറയുന്നത് ഖുർആനിൽ ഉണ്ടെന്നാണ്, സ്വന്തം മകളെ വിവാഹം ചെയ്യാമെന്ന്. അപ്പൊ ഖുർആനില്ല, ഹദീസിലാണ്. ഹദീസിൽ എവിടെ? ഏത് ഹദീസില്? ബുഖാരിയിലുണ്ടോ? മുസ്ലിമിലുണ്ടോ? അബൂദാവൂദിലുണ്ടോ? നസായിലുണ്ടോ? തിർമിദിയിലുണ്ടോ? ഇബ്നു മാജയിലുണ്ടോ? ഏത് ഹദീസിന്റെ കിതാബിലാണുള്ളത്? ഉപരി തെരയണിപ്പോ, കിട്ടണില്ല. പരിശുദ്ധ ഖുർആനിന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തുൻ നിസാഇന്റെ 23-ാമത്തെ ആയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ഹുർരിമത് അലൈക്കും ഉമ്മഹാതുക്കും വബനാതുക്കും വഅഖവാതുക്കും വഅമ്മാതുക്കും വഖാലാതുക്കും. ഇങ്ങനെ പറഞ്ഞു ഖുർആൻ.
എന്താ പറഞ്ഞത്? ഹുർരിമത്ത് അലൈക്കും, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് മേൽ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാരെ വിവാഹം ചെയ്യൽ. അപ്പൊ ചിലർ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ പറയണോ? കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് കരുതാവുന്നതല്ലേ ഉള്ളൂ. ഈ ജാഹിലിയ കാലത്തെ ഉമ്മമാരെ കല്യാണം കഴിച്ചിരുന്നു, ബാപ്പമാര് മക്കളെ കെട്ടിയിരുന്നു. നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ ഭാരതത്തിൽ പോലും ഇപ്പോഴും ഒരുപാട് മക്കളെ രക്ഷിതാക്കൾ വിവാഹം ചെയ്തിട്ടുണ്ട്. അവരാരും മുസ്ലിങ്ങളല്ല, സ്വന്തം പെങ്ങളെ കെട്ടിയവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറെ 3 സഹോദരിമാർ, ജ്യേഷ്ഠത്തി അനുജത്തിമാര് 3 സഹോദരിമാരും കൂടെ കല്യാണം കഴിച്ചു. ഇതൊക്കെ നമ്മൾ കാണുകയാണ്. അശ്ലീലം, വൃത്തികേട്, ഇത്തരം വൃത്തികേടുകൾ നടമാടിയിട്ടുണ്ട്, ഇപ്പോഴും നടമാടുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഒരുപക്ഷെ നടമാടാം. അതുകൊണ്ട് ഖുർആൻ അറേബ്യയിലേക്കുള്ളതല്ല, ഇന്ത്യയിലേക്ക് മാത്രമുള്ളതല്ല. ഇലാ യൗമുൽ ഖിയാമ എല്ലാ നിയമങ്ങളും കൃത്യമായി പറയാനുള്ളതാണ് ഖുർആൻ. അതുകൊണ്ട് ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ ഉമ്മമാർ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. വബനാതുക്കും, നിങ്ങളുടെ പെൺകുട്ടികൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. വഅഖവാതുക്കും, നിങ്ങളുടെ സഹോദരികളെ കെട്ടാൻ പാടില്ല. വഅമ്മാതുക്കും വഖാലാതുക്കും, പിന്നെ അമ്മായിമാരെ, കുഞ്ഞുമ്മമാരെ എന്നിങ്ങനെ കൃത്യമായി പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. അപ്പൊ നമ്മളാരും ഒരു മതത്തെക്കുറിച്ച് വിമർശനങ്ങളാകാം, വിമർശിക്കാമല്ലോ. ശരിക്കും ഇതൊക്കെ ചിലതൊക്കെ സത്യസന്ധമായി എടുത്ത് വിമർശിക്കുകയാണെങ്കിൽ അമ്മാതിരി അമ്മാനാട്ടമാടാനുണ്ട്, എന്തെല്ലാം വൃത്തികേടുകൾ, അശ്ലീലങ്ങൾ. പക്ഷെ നമ്മളാരും അത് ചെയ്യില്ല. മതങ്ങളെ പാരസ്പര്യത്തോടെ ബഹുമാനത്തോടു കൂടി കാണണം എന്ന് പഠിപ്പിക്കപ്പെട്ടവരാ നമ്മളൊക്കെ. നമ്മൾ ഒരാളെ കുറിച്ച് ഒരു സന്ദർഭത്തിലും നുണ പറയരുതേ എന്ന്, ഞാൻ അതിനെ പകരം വീട്ടാൻ വേണ്ടി പോലും നുണ പറയരുത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലിന്റെ സന്തത സഹചാരികളിൽ ഒരാളാണ്. നബിയോടൊപ്പം ഏറ്റവും അധികം 24 മണിക്കൂറും സഹവസിച്ചിരുന്ന, നബിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ സ്വഹാബിയാണ് അബൂ ഹുറൈറ എന്ന സ്വഹാബി. ഏതാനും വർഷങ്ങൾ മാത്രം, ചുരുക്കം വർഷങ്ങൾ അദ്ദേഹം നബിയോടൊപ്പം ഉണ്ടായിട്ടുള്ളൂ. ആ സ്വഹാബി ഉദ്ധരിക്കുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആരെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ. അപ്പൊ ഈ വിശ്വാസികൾക്കാണ് ഈ പറയുന്നത് കേട്ടോ, വിശ്വാസികൾ ഇത് ശ്രദ്ധിച്ചോളണം. ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് മാത്രം സംസാരിക്കട്ടെ, നല്ലത് മാത്രം പറയട്ടെ. ഔ ലിയസ്മുത്, നല്ലത് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ലിയസ്മുത്, അവൻ സൈലന്റ് ആകട്ടെ. എന്തിനാ സംസാരിക്കുന്നത്? പറയുന്നത് നല്ലതല്ലെങ്കിൽ പറയണ്ടാന്ന്. ഖുർആനിൽ ഒരു ആയത്തുണ്ട്, നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്, പല ഖുതുബകളിലും നിക്കാഹിന്റെ ഖുതുബകളിലും ഒക്കെ കേൾക്കാറുണ്ട്. സൂറത്ത് അഹ്സാബിലെ 159-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. തീർന്നില്ല, വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ സദീദായ വാക്ക് പറയണം. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രൂപമാണ്, തഖ്വ ചെയ്യുന്നതിന്റെ ഒരു രൂപമാണ് വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ സദീദായ വാക്ക് പറയണം. സദീദ് എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥമുള്ളൊരു പ്രയോഗമാണത്. എന്ന് പറഞ്ഞാൽ നിലപാടുള്ളതായിരിക്കണം, സത്യസന്ധമായിരിക്കണം, ഐഡിയോളജിക്കൽ ആയിരിക്കണം, അത് ആദർശപരമായിരിക്കണം. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ ഒന്നാകണം. ആ നിലക്കുള്ള വാക്കുകൾ നിങ്ങൾ പറയണം. ശ്രദ്ധിക്കണേ, അങ്ങനെ നിങ്ങൾ സത്യസന്ധമായി സംസാരിക്കുന്നവരാണെങ്കിൽ എന്താ നേട്ടം? യുസ്ലിഹ് ലക്കും അഅമാലക്കും. ഒരു കണക്ഷൻ നോക്ക്, സത്യസന്ധമായി സംസാരിക്കാൻ ഒരാൾ അള്ളാഹ്ക്ക് ഉറപ്പ് നൽകിയാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ അള്ളാഹ് നന്നാക്കി തരും. അമലുകളിൽ കുറച്ച് കേടുണ്ടാവില്ലേ? ഇത് തമ്മിൽ എന്താ ബന്ധം? വലിയ ബന്ധമുണ്ട്. ഒരാളുടെ നാവ് മോശമായാൽ അയാളുടെ നിസ്കാരം മോശമാകും. എത്രയോ ആളുകളിലെ മനുഷ്യന്മാരെ പറ്റിച്ചിട്ടൊക്കെ നടക്കുന്ന ഗൾഫിലും മറ്റൊക്കെ എത്ര കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. എത്ര കോടി രൂപ ആളുകളെ പറ്റിച്ചിട്ട് ചില ആളുകൾ കടം വാങ്ങിക്കും. ഇപ്പം സമയമല്ല പറയാൻ, വളരെ നല്ല പുണ്യകരമായ ഒരു സംഗതിയാണ് കടമിടപാട്. അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ജായിസാണ്. പക്ഷെ ആളുകൾക്ക് ഇന്ന് കടം കൊടുക്കാൻ ധൈര്യമില്ല. അങ്ങനെ തീരുമാനിച്ചവരെ ഇനി ആ കടം കൊടുക്കില്ല, കാരണം തിരിച്ചു തരൂല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ കടം വാങ്ങിച്ചാൽ ഇന്ന ഡേറ്റിന് തിരിച്ചു കൊടുക്കണം എന്ന് നിങ്ങൾ മനസ്സിൽ കൃത്യമായി ഉറപ്പിച്ചുകൊണ്ടാണ് കടം വാങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ട് തിരിച്ചു കൊടുക്കാൻ കഴിയും. അതിനുള്ളൊരു വഴി അള്ളാഹ് തുറന്ന് തരും. അതല്ല വാങ്ങുമ്പോൾ തന്നെ എന്ന് തരും, 31-ാം തീയതി തരാം,
അപ്പോൾ ഇവൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് ഏത് 31-ാം തീയതി ഞാനാ കൊടുത്താൽ തന്നെ എന്ന് ചിന്തിച്ചുകൊണ്ട് അവനപ്പം തന്നെ ചിന്തിക്കും 31-ാം തീയതി ഒന്നും കിട്ടാൻ പോണില്ല എന്ന് തീരുമാനിച്ചു കൊണ്ടാണ് നീ കടം വാങ്ങുന്നതില്ല അള്ളാഹു അവനെ തുലച്ചവനാക്കി മാറ്റും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ കടം വാങ്ങിയിട്ട് പിന്നെ ഫോൺ എടുക്കൂല. മറ്റന്നാൾ വരാ ഒരു പണി അറ്റതാണ്, പിന്നെ അവൻ ആ പരിസരത്തേക്കേ ഇല്ല. എന്നിട്ട് അവൻ നിസ്കരിക്കാനൊക്കെ ഉണ്ടാവും. ആ നിസ്കാരം അള്ളാഹ് സ്വീകരിക്കുന്നതാണോ വിചാരിച്ചത്? സത്യസന്ധത ജീവിതത്തിൽ ഉണ്ടാകണം. ആരെയും പറ്റിക്കരുത്, നുണ പറയരുത്. ദേശം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ദേശങ്ങൾ പാടില്ല. അങ്ങനെ നല്ല ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് അള്ളാഹ്ക്ക് ഉറപ്പ് കൊടുത്താൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകൾ അള്ളാഹ് എന്ത് ചെയ്യും? അസ്ലഹ യുസ്ലിഹ് എന്നൊക്കെ പറഞ്ഞാൽ റിപ്പയർ ചെയ്യുന്ന, എവിടെയും തകരാറുണ്ടെങ്കിൽ പഠിച്ചു ശരിയാക്കി തരും. തീർന്നില്ല. അപ്പൊ കഴിഞ്ഞു പോയ അമലുകളോ? ഇതിനു മുമ്പ് പലതും ചെയ്തിട്ടുണ്ടല്ലോ അമലുകളൊക്കെ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അതിലുള്ള വീഴ്ചകൾ അല്ലാഹ് പുറത്തു തരുകയും ചെയ്യും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതഇല്ലാഹ വറസൂല, അവിധം ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കാൻ തയ്യാറായാൽ ഫഖദ് ഫാസ എന്ന് പറഞ്ഞാൽ പാസ്സായി എന്നതിൻ്റെ അർത്ഥം. ഫാസ എന്ന് പറഞ്ഞാൽ പാസ്സായി. ഫഖദ് ഫാസ ഫൗസൻ അലീമ, അവൻ ഗംഭീര വിജയം. ഫുൾ A+ ഒന്നല്ല, മുഴുവൻ മാർക്കും സ്കോർ ചെയ്തുകൊണ്ട് വിജയിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. എന്ത് ചെയ്താൽ മതി? നാവ് എന്നാക്കിയാൽ മതി. അപ്പൊ ആളുകളോട് ഞാൻ ഖുർആനിലൊരു ആയത്തെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തെ സൂറത്ത് ആലി ഇമ്രാനിലേതാണ്. സൂറത്ത് ആലി ഇമ്രാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നേരത്തെ ഞാൻ പറഞ്ഞ സൂറത്ത് അഹ്സാബ് 159 അല്ല 70-71 ആയത്തുകളാണ്. ആലി ഇമ്രാനിലെ 159-ാമത്തെ ആയത്താണ്. അല്ലാഹു തആല പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, നബിയോട് പറയാ, നന്നായി ശ്രദ്ധിക്കണേ പ്രവാചകരെ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്താൽ, ലിൻതലഹും, താങ്കൾ അവരോട് ഏറ്റവും നന്നായി പെരുമാറി. സഹാബത്തിനോട് അങ്ങ് ഏറ്റവും നന്നായി പെരുമാറിയത് അല്ലാഹു താങ്കൾക്ക് നൽകിയ വലിയ കാരുണ്യമാണ് പ്രവാചകരെ. ലിൻതലഹും വലൗ കുന്ത ഫല്ലൻ, താങ്കൾ ഒരു പരുക്കനായിരുന്നെങ്കിൽ. അങ്ങനെയുണ്ടല്ലേ ചില പരുക്കന്മാർ, ചില ഹത്തീമാരൊക്കെ ഭയങ്കര പരുക്കനായിരിക്കും. ചില പ്രസിഡന്റ്, ചില സെക്രട്ടറി, ഉത്തരവാദ പോസ്റ്റുകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ പരുക്കനാകാൻ പാടില്ല. ജനങ്ങൾ നൽകിയ വലിയൊരു അംഗീകാരമാണ് ഒരാളെ സെക്രട്ടറി ആക്കുക, ഒരാളെ പ്രസിഡന്റ് ആക്കുക, ഒരാളെ ഹത്തീബാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ നൽകിയ ചെറിയ അംഗീകാരമല്ല. അപ്പൊ ജനങ്ങളോട് പെരുമാറുമ്പോൾ വലൗ കുന്ത ഫല്ലൻ, താങ്കൾ ഒരു പരുക്കനായിരുന്നെങ്കിൽ. ചില ആളുകൾ പറയാം, ഞാൻ പറയില്ല, നിങ്ങൾ ആരാച്ചാ പോയി പറഞ്ഞോ, മൂപ്പരോട് സംസാരിക്കാൻ പറ്റൂല എന്ന്. അത്രത്തോളം ആരെങ്കിലും പരുക്കനായാൽ, താങ്കൾ പരുക്കനായിരുന്നെങ്കിൽ, ഗലീദൽ ഖൽബ്, ഈ കഠിന ഹൃദയനായ. എന്തിനാ അങ്ങനെ പറയുന്നറിയോ? ചില ആളുകൾ പരുക്കെന്നുള്ളത് നമ്മൾ തോന്നലായിരിക്കും, അല്ല നേച്ചർ അങ്ങനെ ആയിരിക്കും. അപ്പൊ അതല്ല ഇതിൽ പറയുന്നത്. ഗലീദൽ ഖൽബ്, കഠിന ഹൃദയനായ പരുക്കൻ. അപ്പൊ നേച്ചറൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ മാറ്റണം. എൻ്റെ അടുത്ത് എന്താ കുറവ് വെച്ചാൽ തിരുത്താൻ ഞാൻ തയ്യാറാവണം, എല്ലാവരും തയ്യാറാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ താങ്കൾ ഒരു പരുക്കനായിരുന്നെങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക്, അവരൊക്കെ താങ്കളെ വിട്ടു പോകുമായിരുന്നു. അല്ലേ? പൈസ കിട്ടിയിട്ടാണോ? പൈസ ഒന്നുമില്ല, ആർക്കും വലിയ അധികാരങ്ങളൊന്നുമില്ല. പക്ഷേ എന്നിട്ടും ആ പട്ടിണി പാവങ്ങൾ, മഹാന്മാരായ സഹാബത്ത് റസൂലിനോടൊപ്പം ചേർന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവ മഹിമ കൊണ്ടാണ്. അല്ലെങ്കിലും ഇസ്ലാം ഇങ്ങനെ പ്രചരിച്ചത് ഖുർആൻ കൊടുത്തിട്ടാണോ? ഖദീജ ബീവി ഇസ്ലാമിലേക്ക് വന്നത് ഖുർആൻ വായിച്ചിട്ടാണോ? ഖുർആനെ ഖത്തമ തീർത്തിട്ടാണോ? ഖദീജ ബീവി മുസ്ലിമാകുന്ന സമയത്ത് ഖുർആനിൽ എത്ര ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്? എത്ര ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്? തുടക്കത്തിലല്ലേ? ഹിറയിൽ പോയി വന്നപ്പോഴല്ലേ, ഹിറ ഗുഹയിൽ ഖുർആൻ മുഴുവനും ഖത്തം ഓതിയിട്ടാണോ ഖദീജ ബീവി ഇസ്ലാമിലേക്ക് വന്നത്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നത് അങ്ങനെയാണോ? അവരുടെ സ്വഭാവം കണ്ടിട്ട് നമ്മളില്ലേ, നമ്മൾ മാപ്പിളാരെന്ന് അറിയില്ലേ, മുസ്ലിംസിനെ ഒരു മാപ്പിളാരെന്നൊരു പ്രയോഗമുണ്ട്. ഈ മാപ്പിളാരാരാണെന്നറിയോ? മഹാപിള്ളമാരാണ്. മഹാപിള്ളമാർ വല്ലാത്ത മനുഷ്യന്മാരാ. കൊടുങ്ങല്ലൂരിൽ, കേരളക്കരയിലെ കൊടുങ്ങല്ലൂരിൽ വന്നെത്തിയ സ്വഹാബത്തിന്റെ വിശ്രുതമായ പവിത്രമായ അവരെ ജീവിതം കണ്ടുകൊണ്ട് ഇവിടെയുള്ള ഓട്ടോനും ചറമനും നായാടിയും ആശാരിയും മൂശാരിയും എല്ലാം കൂടി അവരെ പറഞ്ഞതാണ്, ഇതൊരു സാധാരണ മനുഷ്യരല്ല, ഇത് മഹാപിള്ളമാരാണ്. ആ മാപ്പിളയായി ലോപിച്ചതാണ്. നമ്മൾ മാപ്പിള എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മഹാപിള്ളമാരാണ്. ഒരു കാലം നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു
അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമുണ്ടായിരുന്നു. എന്തായത് അദ്ദേഹം ഖലീഫയായപ്പോൾ വേഷപ്രച്ഛന്നനായി മദീനയിലെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങും. എൻ്റെ ഭരണത്തിന് കീഴിൽ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ദുരിതം അനുഭവിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചറിയാൻ വേഷം മാറി, ഖലീഫയുടെ വേഷത്തിൽ നിന്ന് മാറി ആളുകൾ സാധാരണക്കാർക്ക് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി വേഷപ്രച്ഛന്നനായി റോന്ത് ചുറ്റുന്ന ഒരു സ്വഭാവം രാത്രികാലങ്ങളിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു സ്ഥലത്തെത്തിയപ്പോൾ, വിജനമായ ഒരു സ്ഥലത്ത്, അവിടെ ഒരു ടെന്റ് കാണുന്നുണ്ട്. അവർ യാത്രക്കാരാണ്, ഒരു ഭാര്യയും ഭർത്താവും. അപ്പോൾ ചെന്നു, അവിടെ ചെറിയൊരു വെളിച്ചം കണ്ടപ്പോൾ അങ്ങോട്ട് ചെന്നു. നോക്കിയപ്പോൾ ഉള്ളിൽ ഒരു പെണ്ണ് പ്രസവവേദന വന്നുകൊണ്ടുള്ള പിടച്ചിലാണ്. ഈ മനുഷ്യന് ഭർത്താവ് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു, എന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം? എൻ്റെ ഭാര്യ പ്രസവവേദന വന്നിട്ട് ഞങ്ങൾ യാത്രയിലാണ്. ഇത് പറയേണ്ട താമസം ഉമർ റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് ഓടിയിട്ട് ഖലീഫ, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി, അവരുടെ ഭാര്യയെ വിളിച്ചു കൊണ്ടുവന്ന് പ്രസവം എടുപ്പിക്കുകയാണ്. ഭാര്യ ഉള്ളിലേക്ക് കയറി. ഇവർ രണ്ടുപേരും, ഉമർ ഫാറൂഖ് തങ്ങളും ഈ മനുഷ്യന് മാറി നിന്ന് ഇങ്ങനെ പരിചയപ്പെടാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ ആരാ, എവിടുത്തുകാരനാന്ന് ചോദിച്ചു. ഞാൻ അസ്ലു മക്കക്കാരനാണ്, മക്കയാണല്ലോ അവരുടെ നാട്. നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ അറിയോ, നിങ്ങൾ നബിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ വലിയ ഭാഗ്യം ചെയ്ത ആളെന്നല്ലേ, റസൂലിനെ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് ഒന്നാം ഖലീഫ അബൂബക്കറിനെ പരിചയമുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കണ്ടിട്ടുണ്ട്. അബൂബക്കറിനെ എനിക്കറിയാം, അദ്ദേഹം വല്ലാത്തൊരു മനുഷ്യനായിരുന്നു അല്ലേ? അതെ, അദ്ദേഹം വല്ലാത്തൊരു മനുഷ്യനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങള്. പിന്നെ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഖലീഫ ഉമറുൽ ഫാറൂഖിനെ അറിയോ എന്നാണ്. എനിക്കറിയാം, ഉമറുൽ ഫാറൂഖിനെ അറിയാം, അദ്ദേഹം ഒരു അല്പം പരുക്കനാണല്ലേ. ഇത് പറയേണ്ട താമസം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങിയെന്നാ, കണ്ണിങ്ങനെ ഒലിക്കാൻ തുടങ്ങി. എന്താ നിങ്ങൾ കരയുന്നത് ചോദിക്കുമ്പോഴേക്ക് ഉള്ളിൽ നിന്ന് ഒരു വിളിയാണ്. പ്രസവം എടുത്തുകൊണ്ട് ഖലീഫയുടെ ഭാര്യ വിളിക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീനെ എന്ന് വിളിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ അറിയുന്നത്, ഞാൻ നിൽക്കുന്നത്, ഞാൻ സംസാരിച്ചത് ഈ ഒരു ഖലീഫയുടെ മുന്നിലാണല്ലോ എന്ന്. ഇതും പറഞ്ഞവർ പോവുകയാണ്. നിങ്ങൾ ആ പറഞ്ഞ പ്രശ്നം ഉമറിനുണ്ട്, ഉമർ അത് ശരിയാക്കാം, ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിട പറഞ്ഞ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ ആയിരുന്നെങ്കിലോ ഇത്രയൊക്കെ ചെയ്ത പോരല്ലേ, എന്നിട്ടും ഇന്നെ തന്നെ പറയണം എന്ന് പറഞ്ഞ് എങ്ങനെ പ്രതികരിക്കും നമ്മളൊക്കെ? മനുഷ്യർ തെറ്റുകളും കുറവുകളും ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റല്ല, ഇദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയായിരുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന് ഭയങ്കര ധീരനാ, ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ഭയങ്കര ധീരൻ എന്ന് പറഞ്ഞാൽ വില്ലാളി വീരനാണ്. അള്ളാഹുവിന്റെ റസൂൽ പോലും ദുആ ചെയ്തില്ലേ, അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബിഅഹദിൽ ഉമറൈൻ, പടച്ചോനെ എൻ്റെ ദീനിന്റെ പ്രവർത്തനത്തെ ഒന്ന് ശക്തിപ്പെടുത്താൻ മക്കയിലെ 2 ഉമറിൽ നിന്ന് ഒരു ഉമറിനക്ക് താഴെ പടച്ചോനെ. അംർ ഇബ്നു ഹിഷാം എന്ന് പറയുന്ന അബൂജഹലാണ് ഒരു ഉമർ, അംറാണ്. ഈ 2 അംറും ഉമറും കൂട്ടി പറയുമ്പോൾ അറബിയിൽ ഉമറൈൻ എന്ന് പറയും, ഒരു പ്രയോഗമാണത്. പടച്ചോനെ 2 ഉമറില്ലേ, ധീരന്മാരാണ് 2 പേരും. വല്ലാത്തൊരു മനുഷ്യനാണ് അബൂജഹല്. ഏതെങ്കിലും ഒരു ഉമറിനെ ഈ ഭാഗത്തേക്ക് ഒന്ന് തന്നാൽ, അങ്ങനെയാണല്ലോ, നല്ല ചുറുചുറുക്കുള്ള അല്ലെങ്കിൽ നല്ല എന്താ പറയുക ചങ്കുറപ്പുള്ള നെട്ടലുള്ള 2 ആൾ കിട്ടിയാൽ മതി, നമുക്ക് സ്മൂത്തായിട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നമ്മുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാം ഏറെ വെല്ലുവിളിയൊന്നും ഇസ്ലാമിൻ്റെ പുത്തരിയല്ല, ഇത് പുതിയതൊന്നുമല്ല. പക്ഷേ അശ്ലീലങ്ങളും പിന്നെ നുണകളും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും കൂട്ടിക്കലർത്തി പറയുമ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ സ്റ്റഡി തുടങ്ങാൻ തീരുമാനിച്ചത്. എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം. അതുകൊണ്ട് മനസ്സിലൊന്ന് തീരുമാനിക്കുക. ഇൻഷാ അല്ലാഹ് ഖുർആൻ ക്ലാസ്സിന് ഞാൻ ഉണ്ടാകും. ആഴ്ചയിൽ ഒരു ദിവസം, മാക്സിമം 1 മണിക്കൂർ, മാക്സിമം ആ 1 മണിക്കൂർ നേരം ഞാൻ ഖുർആൻ ഒന്ന് ഓതി പഠിക്കട്ടെ. ഖുർആൻ എനിക്കൊന്ന് ഓതാൻ അറിയണം. മാത്രമല്ല ആ ഖുർആനിന്റെ ആശയങ്ങൾ വേണ്ട പോലെ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്നെങ്കിലും മനസ്സിലാക്കാൻ കഴിയില്ലേ. അതുകൊണ്ട് എല്ലാ സഹോദരന്മാരും എല്ലാ സഹോദരിമാരും, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, കുട്ടികൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. +1-ലും +2-ലും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന മക്കളില്ലേ, നിങ്ങൾ മക്കളെ ഒന്ന് തള്ള്, ഒന്ന് പ്രോത്സാഹിപ്പിക്ക് ഖുർആൻ പഠിക്കാൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ നല്ല സ്വഭാവത്തിൻ്റെ
റസൂല് നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു, ഇല്ലെങ്കിൽ അവരൊക്കെ താങ്കളെ വിട്ട് പോകുമായിരുന്നു എന്ന് ഖുർആൻ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ധീരനാ. പക്ഷേ സത്യം പറഞ്ഞാൽ, ആരെങ്കിലും നേര് ചൂണ്ടിക്കാണിച്ചാൽ ചെറിയ കുട്ടിയുടെ മുന്നിൽ പോലും തലകുനിച്ച് പൊട്ടിക്കരയുന്ന മഹാവ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഒരു വിട്ടുവീഴ്ച അവിടെ ഇല്ല. ആ കുട്ടിയുടെ മുന്നിൽ ആ കുട്ടിയോട് ഞാൻ ചോദിക്കേ, അങ്ങനെ ഒന്നുമില്ല. അതാണ് വിനയം, അതാണ് സൽസ്വഭാവം, അതാണ് ഉത്തമ മാതൃക എന്നൊക്കെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരൊക്കെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അതുവഴി ഖുർആൻ പിന്നെ കൂടുതൽ മനസ്സിലാക്കുവാനും ദീന് പഠിച്ചുകൊണ്ട് തെളിമയോടും തെളിച്ചത്തോടും കൂടി പരിശുദ്ധ ഇസ്ലാമിന്റെ പതാക ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കാൻ, കയ്യിലേന്താൻ പടച്ചോൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജുമാ നീ സ്വീകരിക്കണേ. അള്ളാഹ് വീഴ്ചകളെ നീ പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ ശരിയായ ഹിദായത്ത് റബ്ബെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ. അള്ളാഹ് അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ